എടാ നീ വിളിക്കുമ്പോൾ ഇറങ്ങി വരാനായിട്ട് ഇതെൻ്റെ അച്ഛൻ്റെ കമ്പനിയൊന്നുമില്ല. ഒന്ന് മൂത്രം ഒഴിക്കണേ പോലെ ഇമെയിൽ അയക്കണം, അറിയോ? അപ്രൂവൽ കിട്ടിയില്ലെങ്കിലും കിട്ടിയില്ലെങ്കിൽ സീറ്റിലിരുന്നുള്ളൂ. അയ്യേ, ഇപ്പോൾ ബെൽറ്റ് പറഞ്ഞാലും സ്നഗ് ഇടാൻ മറക്കാൻ പറ്റത്തില്ലേ? എന്തോന്ന് ഓഫീസറുടെ ഇത്? എനിക്ക് ഇതെന്താണെന്നറിയോ? ഇത് ഐ ഡി കാർഡ്. സൂക്ഷിച്ചു നോക്കി. ചങ്ങലേ? ഇതിൻ്റെ മറ്റേറ്റെന്ത്? എൻ്റെ മാനേജർ കയ്യിൽ. അങ്ങനത്തെ എന്തിനാണോ ചങ്ങലയൊക്കെ? ഇങ്ങനെ ആറ്റം പിടിച്ചിട്ട് എന്നെ ഓഫീസ് ചുറ്റോട്ട് ഓടിക്കും. ജോലി കഴിയുമ്പോൾ അഴിച്ചു വിടും. റിംഗ് മാസ്റ്ററാണ് അതിൻ്റെ മാനേജർ. നീ വന്ന കാര്യം പറ. എടാ എൻ്റെയും ദിവ്യയുടെ ഒന്ന് കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ ഐഡിയ പറഞ്ഞ ആസനം കത്തിക്കുമ്പോൾ തന്നെ നിനക്ക് കട ഷേക്ക് കുടിക്കണമല്ലോ. എടാ 30 വയസ്സായിട്ട് പെണ്ണ് കിട്ടാത്തതിൻ്റെ ഒരു രോദന നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. പണ്ട് ടിൻഡറിലും ബമ്പിളിലും ഉള്ളായിരുന്നു റിജക്ഷൻ. ഇപ്പം മാട്രിമോണിയിലും പക്ക റിജക്ഷൻസ്. ഈ സ്കൂൾ ടൈം തുടങ്ങി നീ ഊടായ്പ സഹായം ചോദിക്കാൻ തുടങ്ങിയതാണ്. അഞ്ജു മഞ്ജു, സോഫി ആൻസി, രഹന ഫാത്തിമ, പിന്നെ പേര് മാത്രം മാറണമല്ലാതെ ബാക്കിയൊക്കെ സെയിം ടെംപ്ലേറ്റ്. ഇപ്പം മതസൗഹാർദ്ദം എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് നിന്റെ മുഖമാണ് ഓർമ്മ വന്നത്. എടാ നീ ഹിസ്റ്ററി പറഞ്ഞ എന്നെ തളർത്താതെ നീ ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞാ. ഞാൻ ഇത്രയും നാൾ പറഞ്ഞ സൊല്യൂഷനിൽ എന്തെങ്കിലും നിനക്ക് വർക്കായിട്ടുണ്ടോ? നീ എന്തിനാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്? നീ ഇത് പോയി എനിക്ക് പട്ടിപ്പണി എടുക്കാൻ സമ്മതിച്ചല്ലേ? അളിയാ, എനിക്ക് ഈ ജോലിയൊക്കെ കളഞ്ഞിട്ട് എൻ്റെ കൂടെ ഫ്രീലാൻസർ ആയിക്കൂടെ? ഫ്രീലാൻസ് ആയതിന് നീ എന്ത് ജോലിയാണ്? അപ്പോൾ പണിയൊന്നുമില്ല, ഫ്രീ ആയിട്ട് നടക്കുന്നതിനല്ലേ ഫ്രീലാൻസർ എന്ന് പറഞ്ഞാൽ?